എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ, അതായത് സ്കൂൾ കോഴ്സ് എന്നിവ മാറ്റണം എന്നുണ്ടെങ്കിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി, കാസ്റ്റ്, റിലീജിയൻ, അതുപോലെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ പാരൻസിൻ്റെ പേര്, അഡ്രസ്സ്, അതുപോലെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ്, അതായത് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതായത് ബോണസ് പോയിൻറ്റ്, ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റുകൾ, ഇതുപോലുള്ള വിവിധ സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ EW സർട്ടിഫിക്കറ്റ്, ഇതുപോലുള്ള ഓരോ വിവരങ്ങളും നിങ്ങൾക്ക് തിരുത്തുന്നതിനായിട്ടുള്ള അവസരവും, അതുപോലെ തന്നെ പുതുതായിട്ട് ഏതെങ്കിലും ഓപ്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യവും നാളെ അവസാനിക്കും. അതായത് മെയ് 28 അവസാനിക്കുന്നതാണ്. മെയ് 28 വൈകുന്നേരം 5 മണി വരെ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. മെയ് 28 വൈകുന്നേരം 5 മണിയോടെ വെബ്സൈറ്റിലെ കാൻഡിഡേറ്റ് ലോഗിൻ SWS, ഗെറ്റ് യൂസർ നെയിം ഓർ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ കാൻഡിഡേറ്റ് ലോഗിൻ MRS, ഗെറ്റ് യൂസർ നെയിം ഓർ ആപ്ലിക്കേഷൻ നമ്പർ MRS, ഇതുപോലുള്ള വിവിധ ലിങ്കുകൾ വെബ്സൈറ്റിൽ നിന്ന് ഒഴിവാക്കുന്നതായിരിക്കും, അതായത് റിമൂവ് ചെയ്യുന്നതായിരിക്കും. അതിനാൽ തന്നെ വിദ്യാർത്ഥികൾക്ക് നാളെ വൈകുന്നേരം 5 മണിക്ക് ശേഷം പിന്നീട് യാതൊരു വിധത്തിലുള്ള എഡിറ്റും ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നാളെ വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട്, അതായത് ഇന്നും നാളെ വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ടും വിദ്യാർത്ഥികൾ അപേക്ഷ എഡിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോഴ്സ്, അതായത് ഒരു വിദ്യാർത്ഥി ചോദിച്ച കാര്യമായിരുന്നു, ട്രയൽ അലോട്ട്മെൻറ്റിൽ ഒരു സ്കൂളിൽ കിട്ടി, എന്നാൽ ആ ഒരു സീറ്റ് എനിക്ക് വേണ്ട, അതായത് ആ ഒരു സ്കൂൾ വേണ്ട, ആ ഒരു കോഴ്സും വേണ്ട. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു കോഴ്സ് റിമൂവ് ചെയ്യണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ ലഭിച്ചിട്ടുള്ള കോഴ്സും സ്കൂളും നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ, അതായത് ചില വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ ഇപ്പോൾ താല്പര്യമുണ്ടാവില്ല, എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് ആ ഒരു സീറ്റ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ റിമൂവ് ചെയ്യേണ്ടതില്ല. അതേസമയം നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള ആ ഒരു സീറ്റ് നിങ്ങൾക്ക് വേണ്ട എന്ന് തന്നെയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് പകരമായിട്ട് മറ്റേതെങ്കിലും ഓപ്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതുമാണ്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിൽ പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള അവസരവും, അതുപോലെ തന്നെ നൽകിയിട്ടുള്ള ഏതെങ്കിലും ഓപ്ഷൻസിൻ്റെ സ്ഥാനം റീ അറേഞ്ച് ചെയ്ത് കൊടുക്കാനുമുള്ള അവസരം നാളെ അവസാനിക്കും. അത് നാളെ വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പോൾ ഇതിന് ശേഷം നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ജൂൺ 2 അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകിൽ ടെമ്പററി അഡ്മിഷൻ, അതുപോലെ തന്നെ പെർമനൻറ്റ് അഡ്മിഷൻ നിങ്ങൾ നേടേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതേക്കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിലവിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ, അതുപോലെ തന്നെ എന്തെങ്കിലും വിവരങ്ങൾ തിരുത്തേണ്ടതായിട്ടുണ്ടോ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് പരിശോധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.